ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് വർക്ക്സ് ആയിട്ടാണ്. ഞാൻ ഇന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റായിട്ട് തന്നെ ഞാനൊരു കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ മന്തിലെ കലണ്ടർ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് അത് രണ്ടായി ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് വീണ്ടും രണ്ടായി ഫോൾഡ് ചെയ്ത് അത് വീണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു A4 സൈസ് പേപ്പർ 4 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്തതായിട്ട് ഞാൻ പിൻട്രസ്റ്റ് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഈ കലണ്ടറിൻ്റെ ഡിസൈന് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഡിസൈനായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. ഇതുപോലെ തന്നെ ചെയ്യുന്നൊന്നുമില്ല, അതിൽ കുറച്ച് റൈറ്റിങ്സ് മാത്രം. ഞാൻ ഫസ്റ്റ് തന്നെ ജസ്റ്റ് പെൻസിലായിട്ട് മാർക്ക് ചെയ്യാണ്. കറക്റ്റ് ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്. പെൻസിലെല്ലാം വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ മാർക്കർ വെച്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. നമ്മളത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തു. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത്രേ ചെയ്യുന്നുള്ളൂ, കൂടുതൽ വർക്കുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ പഴയ കലണ്ടറിൻ്റെ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് ഹോളൊന്ന് അടയാളപ്പെടുത്തുകയാണ്. അതങ്ങനെ ഹോളെല്ലാം അടയാളപ്പെടുത്തി. ഇനി നമ്മളത് ഹോൾ ഇട്ടു കേട്ടോ. ഇനി നമ്മുടെ പഴയ കലണ്ടറിൻ്റെ സ്റ്റാൻഡ് തന്നെയായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഈ കലണ്ടർ വെച്ച് കൊടുക്കുകയാണ്. ഇതായിരുന്നു എൻ്റെ പഴയ കലണ്ടറിൻ്റെ പേപ്പേഴ്സ്. ഇതിൽ ഞാൻ പല വെറൈറ്റി ഡിസൈൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ കലണ്ടറിൽ ഞാൻ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നോർമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ എടുത്തു വെച്ചു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്കർ മേക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇതേപോലെ പിൻട്രസ്റ്റിൽ നിന്ന് സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ആ സ്റ്റിക്കർ. നമ്മുടെ ഫോണിൻ്റെ മുകളിലെ ആ പേപ്പർ ജസ്റ്റ് വെച്ചിട്ട് നമ്മൾ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിന് നീല വരണമെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കണം കേട്ടോ.
കേട്ടോ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇനി ഞാനിത് ഓരോന്നായിട്ട് അതിൽ വരച്ചെടുക്കട്ടെ. അങ്ങനെ അത് മുഴുവനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ആ പിക്ക്. അതുപോലെ ഞാൻ ഇതിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു പിക്ചർ പെൻസിൽ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനത് കളർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നിങ്ങൾ കളർ ചെയ്യുമ്പോൾ മാക്സിമം ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. എൻ്റെ അടുത്ത് പിന്നെ ലൈറ്റ് കളറുള്ളത് പെൻസിൽ കളറായിരുന്നു. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കളർ ചെയ്യുന്നത്. ഈ ഡാർക്ക് കളർ യൂസ് ചെയ്താൽ നമ്മളെ സ്റ്റിക്കറിൻ്റെ ഭംഗി പോവും. അങ്ങനെ ഞാൻ അതെല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഓരോന്നായി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അരികിലൂടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പഴയ നെയിം സ്ലിപ്പിൻ്റെയോ സ്റ്റിക്കറിൻ്റെ എന്തിൻ്റെയെങ്കിലും ബാക്ക് പോർഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മളിത് ഒരു സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ടേപ്പ് ഒട്ടിക്കുമ്പോൾ കുറച്ച് ഭാഗം പുറത്തോട്ടാക്കി വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സ്റ്റിക്കർ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെലോ ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. ഈസി ആയി തന്നെ എണ്ണെടുക്കാവുന്നതാണ് കേട്ടോ. സ്റ്റിക്ക് ചെയ്യാനും വളരെ ഈസിയാണ്. അതുവരെ ഞാൻ ചെറിയ സൈസിലുള്ള ടേപ്പായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ അത്യാവശ്യം വലിയൊരു സൈസിലുള്ള ടേപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒന്നും കൂടെ ഈസി. സ്റ്റിക്കർ നേരെ അതിന് മുകളിൽ വെച്ചെടുത്താൽ മതി. ഒട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം, കളർ ചെയ്ത ഭാഗം താഴെയായിട്ട് വേണം ഒട്ടിക്കാൻ. ഈ രീതിയിൽ
നമ്മൾ സ്റ്റിക്കർ മൊത്തമായിട്ട് എങ്ങനെ ഒട്ടിച്ചു. ഞാനിതൊരു ബുക്കിൽ എങ്ങനെയാണ് ഒട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അത് ഈസി ആയിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.